നമസ്കാരം മക്കളെ, ആകാശ് മാഷാണ്. അപ്പോൾ LSS USS പോലുള്ള പരീക്ഷകൾക്കകത്ത് ഇപ്പം എന്താ CM കിഡ്സ് സ്കോളർഷിപ്പ് പോലുള്ള പരീക്ഷകൾക്കകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് മലയാളവുമായി ബന്ധപ്പെട്ട് മലയാളത്തിലെ അപരനാമങ്ങളും വിശേഷണങ്ങളും എന്നുള്ള ഭാഗം. അതായത് മലയാളത്തിനകത്തെ എഴുത്തുകാർ, അതുപോലെ തന്നെ കഥാകാരന്മാർ, കവികൾ, ഇവരൊക്കെ പലതരത്തിലുള്ള വിശേഷണങ്ങളിലൂടെ അറിയപ്പെടാറുണ്ട്. ഇപ്പം നമുക്കറിയാം, പ്രാചീന കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്ന കവികളാണ് ആരൊക്കെ? എഴുത്തച്ഛനുണ്ട്, ചെറുശ്ശേരിയുണ്ട്, കുഞ്ചൻ നമ്പ്യാർ. ഇവർ 3 പേരെയാണ് പ്രാചീന കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്നത്. 3 പേരും അറിയപ്പെട്ടിരിക്കുന്ന മറ്റ് പേരുകൾ നമുക്കൊന്ന് വായിച്ചു നോക്കാടാ. ഒന്ന്, മലയാള ഭാഷയുടെ പിതാവായി അറിയപ്പെടുന്ന ആളാണ് ആര്? എഴുത്തച്ഛൻ. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവും എഴുത്തച്ഛൻ തന്നെയാണ്. ജനകീയ കവി, തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നീ നിലകളിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്നത്. കുഞ്ചൻ നമ്പ്യാർ ജനകീയ കവി, തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നീ നിലകൾ അറിയപ്പെടുന്നു. ഗാഥാ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ചെറുശ്ശേരി. കൃഷ്ണഗാഥയൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. ഗാഥ എന്ന വാക്കിന്റെ അർത്ഥം പാട്ട് എന്നാണ്. കൃഷ്ണഗാഥ, കൃഷ്ണപാട്ട് എന്നും എന്ത് ചെയ്യുന്നു? അറിയപ്പെടുന്നു. ദേശീയ കവി, കേരള വാൽമീകി എന്നറിയപ്പെടുന്ന വള്ളത്തോളാണ്. ചിത്രത്തിൽ കാണുന്ന 3 പേർ കുമാരനാശാൻ, ഉള്ളൂര്, വള്ളത്തോൾ, 3 പേരും അറിയപ്പെടുന്നത് ആധുനിക കവിത്രയം എന്നാണ്. പ്രാചീന കവിത്രയം നമ്മൾ പറഞ്ഞു, അതുപോലെ ആധുനിക കവിത്രയം എന്നാണ് ഇത്രയും ആളുകൾ. ആരൊക്കെ? കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ, 3 പേര് ത്രയങ്ങൾ. ത്രയങ്ങൾ എന്ന് പറഞ്ഞാൽ 3 എന്നാണ്. 3 കവികളുടെ കൂട്ടത്തെയാണ് ത്രയങ്ങൾ എന്തുകൊണ്ട് പറയാം? അപ്പോൾ ആധുനിക കവിത്രയങ്ങളാണ് കുമാരനാശാൻ, ഉള്ളൂര്, വള്ളത്തോൾ. അതിൽ തന്നെ വള്ളത്തോൾ അറിയപ്പെട്ടിരുന്നത് ദേശീയ കവി എന്നും കേരള വാൽമീകി എന്നുമായിരുന്നു. സ്നേഹഗായകൻ, ആശയഗംഭീരൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് കുമാരനാശാനാണ്. കുമാരനാശാൻ ചിത്രം കാണാം. കുമാരനാശാൻ അറിയപ്പെട്ടിരുന്നത് സ്നേഹഗായകൻ, ആശയഗംഭീരൻ എന്നീ നിലകളിലാണ്. ശക്തിയുടെ കവി മക്കളെ ഇടശ്ശേരിയാണ്. ഇടശ്ശേരി ഗോവിന്ദൻ നായരെയാണ് ശക്തിയുടെ കവി എന്ന് അറിയപ്പെട്ടിരുന്നത്. കേരള പാണിനി AR രാജരാജവർമ്മ, കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ, കേരള ഹമ്മിങ് MT വാസുദേവൻ നായർ. മലയാളത്തിന്റെ ഹോർപ്യൂസ് എന്നറിയപ്പെടുന്നത് നമ്മുടെ ചങ്ങമ്പുഴയാണ്. ചങ്ങമ്പുഴയുടെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മലയാളത്തിന്റെ ഹോർപ്യൂസ് എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ചങ്ങമ്പുഴ എന്ന് പറയുന്നത്. എന്നാൽ മാതൃത്വത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് ബാലാമണി അമ്മയാണ്. വാത്സല്യത്തിന്റെ കവി എന്ന് കൂടി ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? അറിയപ്പെടുന്നു. മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ, കമലാ സുരയ്യ, കമലാദാസ് എന്നൊക്കെ അറിയപ്പെടുന്ന മാധവിക്കുട്ടിയുടെ അമ്മ കൂടിയാണ് ആര്? ബാലാമണി അമ്മ എന്ന് പറയുന്നത്. കേരള മോപ്പാസെങ് തകഴി ശിവശങ്കര പിള്ളയാണ്. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായരാണ്. നിള ഭാരതപ്പുഴയുടെ മറ്റൊരു പേരാണ്. നിളയുടെ കവി P കുഞ്ഞിരാമൻ നായർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നൊരു ചോദ്യമാണ്, ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന ബഷീറാണ്. മക്കളെ, എൻ്റെ ചോദ്യം ഇതാണ്, മയ്യഴിയുടെ കഥാകാരൻ മയ്യഴി മാഹിയാണ്. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന കഥാകാരന്റെ പേരെന്ത്? ഉത്തരം എന്ത് ചെയ്യുക? കമന്റായി നൽകുക. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് നമ്മൾ തീർച്ചയായും പഠിക്കേണ്ടത്. ഇത്തരം ചോദ്യങ്ങൾ എന്ത് ചെയ്യാം? തീർച്ചയായും പരീക്ഷയ്ക്ക് വരുമെന്ന് നമുക്ക് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം.